കളിക്കളത്തിലെ ആവേശത്തിന്റെ പരകോടിയിലായിരുന്നു ആ നിമിഷം. തന്റെ തീപ്പൊരി പന്തിൽ വിക്കറ്റ് വീഴ്ത്തിയതിന്റെ ആഹ്ലാദത്തിൽ ഒരു സിംഹത്തെപ്പോലെ ഗർജിച്ച് കംബോജ് അതിഗംഭീരമായി അത് ആഘോഷിച്ചു. ആ കണ്ണുകളിലെ തീക്ഷ്ണതയും ശരീരഭാഷയിലെ ആവേശവും ഒരു യഥാർത്ഥ പോരാളിയുടേത് തന്നെയായിരുന്നു. തന്റെ കഠിനാധ്വാനത്തിന് അർഹിച്ച ഫലം ലഭിച്ചതിന്റെ പൂർണ്ണമായ സന്തോഷം ആ മുഖത്ത് പ്രകടമായിരുന്നു. എന്നാൽ വിധിയുടെ കളി മറ്റൊന്നായിരുന്നു. പെട്ടെന്നാണ് ആ അപ്രതീക്ഷിത തിരിച്ചടിയെത്തിയത്. അമ്പയറുടെ വിരൽ നോ ബോൾ എന്ന് വിധി എഴുതി. അത്രയും നേരം ആകാശത്തോളം ഉയർന്നു നിന്ന ആ ആവേശം ഒരു നിമിഷം കൊണ്ട് പൊട്ടിത്തകർന്നു. അലറി വിളിച്ച മുഖത്ത് പെട്ടെന്ന് നിരാശയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഒരു നിമിഷം മുമ്പ് വരെ വിജയാഹ്ലാദം മുഴക്കിയ ആ പോരാളി തീർത്തും തളർന്നുപോയി. ആ കണ്ണുകളിലെ നിസ്സഹായതയും സങ്കടവും ഏവരുടെയും ഹൃദയത്തിൽ സ്പർശിക്കുന്നതായിരുന്നു. പക്ഷേ ആ നിമിഷത്തിലാണ് ക്രിക്കറ്റ് എന്ന കളി വെറുമൊരു പോരാട്ടം മാത്രമല്ലെന്ന് നാം വീണ്ടും തിരിച്ചറിഞ്ഞത്. പുറത്താകലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ടിം ഡേവിഡ് വിക്കറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ അതിയായ സങ്കടത്തിൽ തലകുനിച്ച് നിൽക്കുന്ന കംബോജിൻ്റെ അടുത്തേക്ക് ശാന്തനായി നടന്നെത്തി. ഒരു എതിരാളി എന്നതിലുപരി വലിയൊരു സ്നേഹിതനെ പോലെ സഹാനുഭൂതിയോടെ അദ്ദേഹം കംബോജിനെ ആശ്വസിപ്പിച്ചു. ആ നിരാശയിൽ ഒരു താങ്ങായി അദ്ദേഹം മാറി. നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുന്ന ഒരു യുവതാരത്തെ ആശ്വസിപ്പിക്കാൻ കാണിച്ച ടിം ഡേവിഡിൻ്റെ ആ വലിയ മനസ്സ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നു. ക്രിക്കറ്റ് എന്നത് കേവലം റണ്ണുകളുടെയും വിക്കറ്റുകളുടെയും കണക്കെടുപ്പല്ല, മറിച്ച് പരസ്പരമായ ബഹുമാനത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വേദിയാണെന്ന് ഈ കൊച്ചു സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്സരത്തിൻ്റെ ചൂടിനേക്കാൾ വലുതാണ് ഒരു കളിക്കാരൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് അദ്ദേഹം തെളിയിച്ചു.